അല്ല എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണമെന്ന്. എടാ ബുദ്ധിയില്ലാത്ത മോരക മൊണ്ണ കിഴവാണങ്ങളെ. അല്ല ഇങ്ങേരെ ബാക്കിന്ന് നീയൊക്കെ ഈ ട്രാക്ടറിൽ പോയിട്ട് എന്തൊരു തേങ്ങാക്കൊല ചെയ്യാനാണ്ടാ. അവിടെ വല്ല വയലും ഉണ്ടാടാ ഉഴുതു മറിയാൻ വേണ്ടി. ദോ കാറിന്റെ ബാക്കിന്നൊക്കെ ഓടണ്. നിന്റെയൊക്കെ തലച്ചോറിന്റെ പകരം അവിടെ കക്കാറച്ചികളായിരിക്കണത്. ഗുണ്ടകൾക്ക് പേരദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഉണ്ടാള്. ഉരുക്കിന്റെ ശക്തിയുള്ളവനാണ് സുഹൃത്തുക്കളെ സണ്ണിമാമൻ. ഇദ്ദേഹം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1 കിലോ ഉരുക്കെടുത്ത് ഉരുക്കി അങ്ങോട്ട് കൂട്ടിക്കുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അവാഹിക്കും ശക്തി. അതിന്റെ ശക്തി ഉരുക്കിന്റെ ശക്തി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന്റെ ഓരോ അടിയും ഉരുക്കിന്റെയും ഉലക്കയുടെയും സങ്കരയനം പോലെ നമുക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ സിനിമയിൽ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുമ്പോഴത്തേക്കും 52,000 കിലോമീറ്റർ ഉണ്ടകൾ പറന്നടിച്ച് അങ്ങ് കാറ്റത്ത് ഉല്ലസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാട്ടൊക്കെ പാടി അങ്ങ് പോകും. അമ്മാതിരിത്ത അതങ്ങളാണ് സിനിമ. സിനിമയിൽ ജാട്ടും കുത്തി ഉരുക്കിയ ചെട്ടിയും ഇട്ട് സണ്ണിമാമൻ ഓടിക്കുകയാണ് സുഹൃത്തുക്കളെ ജീപ്പ് ഫ്രാങ്ക്ലർ. ആ വണ്ടിയും ഓടിച്ച് വധൂരികളുടെ കയ്യിൽ നിന്ന് വാരിയിൽ ഒടിഞ്ഞ് കണ്ടം വഴി കറങ്ങി ഓടിക്കുകയാണ് നമ്മുടെ സണ്ണിമാമൻ. എന്തെന്നെ ബാക്കിലിരിക്കുന്ന പോലീസ് ഏമാത്തികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആ മഹാ കാഴ്ചകൾ കാണാൻ പോണത്. ഇതിലെ ഗുണ്ടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്റെ പൊന്നു നാട്ടുകാരെ. സാധാരണ ഗുണ്ടകൾ എതിർ ടീമുകളിലാണ് ബോംബ് എറിഞ്ഞ് വീഴ്ത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം ടീമിനെ തന്നെ ഇവന്മാര് ബോംബ് എറിഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ കൊല്ലാൻ നോക്കും. ഇടാ അത് നിന്റെ ടീമാണ്ട്രാ മുന്നേ. ഇത് മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തുള്ള നാട്ടുകാരെ ജീപ്പ് ഫ്രാങ്ക്ലറിൽ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഉരുക്ക് മാമൻ ഈ ഒരു സീൻ എത്തുമ്പോഴത്തേക്കും ജീപ്പ് മാറുമെന്ന്. ഇത് പഴയ മോഡല് ഒന്നീ താറായിരിക്കും അല്ലെങ്കിൽ പഴയ മോഡൽ ജീപ്പായിരിക്കും. അത് തേങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടെ വണ്ടി അങ്ങ് മാറുമെന്ന്. ഇത്രയും കുന്തളിച്ച പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഇങ്ങേർക്ക് അഴക് നോക്കണമെന്ന്. വണ്ടി ആരടാ ഇത്? അത് മാത്രമല്ലെന്ന് നമ്പർ പ്ലേറ്റ് മാറിക്കൊണ്ടിരിക്കുമെന്ന്. നിങ്ങൾ വിചാരിക്കും അങ്ങേര് കിണയം കുത്തി അവിടെ കിടക്കുന്നു. അയ്യോ ഇല്ലെന്ന്. ഈ ഒരു സീൻ നിങ്ങൾ നോക്കിയാണ്ട് കാണുന്നത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സീനാണ്. എന്നാൽ എൻ്റെ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുത്തിയപ്പോഴും കത്തിയൊന്നും പുറത്ത് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. ചിലപ്പോൾ അവൻ ഉറിഞ്ചി കുത്തങ്ങാനായിരിക്കും കുത്തിയിട്ടുള്ളത് അവള. അല്ല ഈ പെണ്ണ് ചാവും സിനിമയിൽ. പാവില്ലേ? അയ്യോ അയ്യോ.